വീട്ടിലുള്ള ഒരാൾക്കുള്ള ദുഃഖത്തിന് ദൈവം ഒരു പരിഹാരം ഉണ്ടാക്കി തന്നിരിക്കുന്നു. എന്താണെന്ന് നിങ്ങൾ ആർക്കെങ്കിലും ഒന്ന് പറയാവോ? ഒത്തിരി കരയുന്നവരെ കുറിച്ച് വേണുങ്കൾ പറയാറുള്ളൊരു വാക്കുണ്ടല്ലോ, അതെന്താ? ഞാനൊരു ബൈബിൾ വചനം പറയാറുണ്ട്. കണ്ണീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യുന്നു. എന്നാൽ ഇനി മുതല് ഒത്തിരി കരഞ്ഞ എന്റെ പാവപ്പെട്ട പെങ്ങളെ ശ്രീലക്ഷ്മി ആർപ്പോടെ കൊയ്യാൻ പോവാ. കാര്യമൊന്നും മനസ്സിലായില്ല. എന്താന്ന് വെച്ചാ പറ മക്കളെ. ആ, കുറച്ചു മുൻപ് ചേട്ടനെ ശ്രീയോടൊരു കാര്യം പറഞ്ഞിരുന്നു, അത് നടന്നു. ശ്രീ ഇത്രയും കരയുന്നത് ഒത്തിരി ചിരിക്കാനാണെന്ന്. അത് തന്നെ. നീ തന്നെ ഇത് വായിച്ചിട്ട് എല്ലാവരോടും പറയും. എനിക്ക് ഗവൺമെന്റ് ജോലി കിട്ടി. നേരാണോ മോളെ? അതെ അമ്മേ, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലാ. എന്റെ പൊന്നക്കേളമ്മേ, എന്റെ മോളെ രക്ഷിച്ചു. ഓ ദൈവമേ, ശ്രീലക്ഷ്മി രക്ഷപ്പെട്ടു. വിളിച്ചാ വെളിപ്പുറത്തെത്തുന്ന എന്റെ അമ്മേ, കരയുന്നവരെ കണ്ണീരൊപ്പുന്ന എന്റെ ദേവി, അവിടുന്ന് എന്റെ മകളെ രക്ഷിച്ചു. നന്ദി, ഒരുപാട് നന്ദി. അമ്മ എന്തിനാ അസമയത്ത് ഒന്ന് പ്രാർത്ഥിക്കുന്നത്? വിശേഷിച്ച് വല്ലതും ഉണ്ടായോ? നീയൊന്നും അറിഞ്ഞില്ലേ മോളെ? നമ്മുടെ ശ്രീമോക്ക് ജോലി കിട്ടി. ജോലി കിട്ടിയെന്നോ? എവിടെ? ഗവൺമെന്റ് ജോലിയാ, ഇൻകം ടാക്സില്. എന്റെ ദൈവമേ, അവളുടെ കഷ്ടകാലം മാറി. ഹാപ്പി അല്ലേ? ഓ ചെലവുണ്ടേ. ചെയ്യും ചെയ്യട്ടാ. ആ അളിയാ, ചെലവടത്തണം കേട്ടോ. ഈ ലഡൊന്നും പറ്റില്ല കേട്ടോ, മറ്റേ സാധനം വേണം. ഇപ്പൊ സന്തോഷായില്ലേ? ശ്രീമോളെ, കൺഗ്രാറ്റ്സ്. എന്റെ പൊന്നുമോക്ക് ജോലി കിട്ടിയല്ലോ, നിനക്ക് സന്തോഷായില്ലേ? എടിരാതെ, ഒരു ഉണക്കമുളക് അടുപ്പിലിട്ട് ചുട്ട് കടുകും ഉപ്പും ചേർത്ത് മോളെ ഒന്ന് ഒഴിഞ്ഞേക്ക്. ഇവൾക്ക് കണ്ണേറ് കിട്ടും ആ രുക്മിണിയുടെ. ഇനി എന്ത് കണ്ണേറ്? എടേ, എന്റെ ഭാര്യയും വാഴയുമായ നിനക്കും ഇത് കൂടി ഒരു പാഠമാണ്. അവൾക്ക് എന്ത് പാടാ? ഞാൻ പറയാം, ഈ പ്രശ്നങ്ങൾക്കിടയിലും ശ്രീ ജോലിക്കായിട്ട് അപേക്ഷിച്ചില്ലേ? ഈ മരവാഴയ്ക്ക് എന്തുകൊണ്ടത് ചെയ്തുകൂടാ? ദേ ചേട്ടാ, എന്നെ മരവാഴയെന്ന് വിളിച്ചാലുണ്ടല്ലോ. എടീ, നിന്റെ നന്മയ്ക്ക് വേണ്ടി ഞാനിതൊക്കെ പറയുന്നേ, അല്ലാതെ വഴക്കിട്ടതല്ല. ഒരു സർക്കാർ ജോലിയുള്ള ഭാര്യയെടുത്ത് ഞാൻ ഉൾപ്പെടെയുള്ള ഒരു ഭർത്താവും വഴക്കിന് വരില്ല. 10 കാശ് നിന്റെ ഉണ്ടെങ്കിലേ ഞാൻ ഉൾപ്പെടെ എല്ലാ എണ്ണം നിന്റെ മുമ്പിൽ ഓശാന പാടി നിൽക്കും. ഓശാന.